നിങ്ങളിപ്പം കുംഭമേളയെക്കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് ഇന്ത്യയുടെ ചരിത്രത്തിൽ കുംഭമേള ഭയങ്കര നമുക്കൊരു ക്യൂരിയസ് സിഗ്നിഫിക്കൻസ് ഉള്ള ഒരു കാര്യമാണ്. അതൊരു ചരിത്രകാരനോ ചരിത്രകാരിക്കോ ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ടാക്കുന്നതാണ്. കാരണം കുംഭമേളയുടെ ഒരു ചരിത്രം നമ്മൾ നോക്കുകയാണെങ്കിൽ അതിൽ കൊളോണിയലിസത്തിൻ്റെയും ആധുനികതയുടെയും ഒരു ലേറ്റ് മിഡീവൽ കാലഘട്ടത്തിൽ അവരവരുടെ പാസ്റ്റിനെ കുറിച്ച് അല്ലെങ്കിൽ അവരവരുടെ പൗരാണികതയെക്കുറിച്ച് എന്താണ് ചിന്തിച്ചിരുന്നതെന്ന് മനസ്സിലാക്കാനും ഇങ്ങനെ പല പല കാര്യങ്ങൾ ഇങ്ങനെ ഇഴചേർന്ന് കിടക്കുന്ന ഒരു ചരിത്രം കുംഭമേളയ്ക്കുണ്ട്. എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് ഇപ്പം നമ്മൾ ഹിസ്റ്ററി അല്ല ചരിത്രം മാറ്റി വെച്ചിട്ട് അതിൻ്റെ പ്യുവർ മൈത്തോളജിയിലേക്ക് നമ്മൾ തിരിയുകയാണെങ്കിൽ പൗരാണികതയിലേക്ക് നമ്മൾ തിരിയുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാകും ഇതിൻ്റെ പുറകിലൊരു ലെജൻഡ് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ തന്നെ സമുദ്രം ചേൺ ചെയ്യുന്ന സമയത്ത് സമുദ്ര മന്ഥനം ചെയ്യുന്ന സമയത്ത് അമൃതകുംഭം പൊങ്ങി വരികയാണ്. അതിൽ നിന്നാണ് ഈ കുംഭമേള എന്ന ഉള്ള പേര് വരുന്നത്. ആ പിക്ചർ കലശം കുംഭം എന്നുള്ള ഐഡിയ. അപ്പം അമൃതകുംഭം പൊങ്ങി വരികയും അതിനുവേണ്ടി അസുരന്മാരും ദേവന്മാരും കരസ്ഥമാക്കാൻ ശ്രമിക്കുകയും വിഷ്ണു മോഹിനി അവതാരം എടുക്കുകയും ദേവന്മാർക്ക് മാത്രം അമൃത് കൊടുക്കുകയും ഈ കഥ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കഥയാണ്. അതിൽ തന്നെ ഈ അമൃതകുംഭം പൊങ്ങി വരുന്ന സമയത്ത് അതിൻ്റെ 4 തുള്ളികൾ 4 ഡ്രോപ്പ് ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റിലെ 4 സ്ഥലങ്ങളിൽ വീണതായിട്ടാണ് സങ്കല്പം. അത് ഇന്ന് നമ്മൾ പ്രയാഗ് എന്ന് വിളിക്കുന്ന അലഹബാദ്, ഉജ്ജയിൻ, നാസിക്, ഹരിദ്വാർ ഇങ്ങനെ 4 സ്ഥലങ്ങളിൽ അമൃതം വീണു. അപ്പോൾ ആ അമൃതം വീണ സ്ഥലങ്ങൾ പുണ്യസ്ഥലങ്ങളായി മാറി. അപ്പോൾ അവിടേക്ക് തീർത്ഥാടനം ചെയ്യുമ്പോൾ ഇവിടെ എല്ലാം തന്നെ ഗംഗയുടെ അല്ലെങ്കിൽ ദിവ്യമെന്ന് കരുതപ്പെടുന്ന നദികളുടെയോ സാന്നിധ്യമുണ്ട്. അപ്പോൾ ആ സ്ഥലങ്ങളിൽ തീർത്ഥാടനമായിട്ട് പോകുകയും അപ്പം ഈ വീണ സ്ഥലങ്ങളിൽ ചെന്ന് കുളിച്ച് മുങ്ങിപ്പൊങ്ങി കഴിയുമ്പോൾ എന്താണ് അമൃതിൻ്റെ ഹോളിനെസ്സിൻ്റെ ഭാഗമാക്കി നമ്മൾ മാറുകയും ചെയ്യുന്നത് ഇങ്ങനെ ഒരു സങ്കല്പത്തിലാണ് ഇതിൻ്റെ ഒരു മൈത്തോളജി എന്ന് പറയുന്നത്. ഇതിൻ്റെ പക്ഷേ ചരിത്രപരത എന്ന് പറയുന്നത് പലപ്പോഴും നമുക്ക് ഈ പുരാണങ്ങളിൽ പല സ്ഥലങ്ങളിലും ഈ മന്ഥനെക്കുറിച്ചിട്ടുള്ള ഈ സമുദ്രം ചേൺ ചെയ്യുന്നതും അമൃതകുംഭം മുങ്ങി വരുന്നതിനെയും കുറിച്ചിട്ടുള്ള റെഫറൻസ് പല പുരാണങ്ങളിലുണ്ട്. പക്ഷെ ആ പുരാണങ്ങളിലൊന്നും തന്നെ ഈ 4 തുള്ളികൾ വീഴുന്നതിനെക്കുറിച്ചോ കുംഭമേളയെക്കുറിച്ചോ അല്ലെങ്കിൽ അങ്ങനെ ഒരു 12 വർഷം തോറും ഉണ്ടാകുന്ന ഒരു മേളയെക്കുറിച്ചോ ഒന്നും നമുക്ക് റെഫറൻസ് കിട്ടില്ല. ഈ അമൃത കുംഭത്തിനെ കുറിച്ചിട്ടുള്ള റെഫറൻസ് തന്നെ, അതായത് കുംഭ എന്ന് പറഞ്ഞിട്ടുള്ള റെഫറൻസ് നമുക്ക് 17-ാം നൂറ്റാണ്ട്, ലേറ്റ് 16-ാം ഏർലി 17-ാം നൂറ്റാണ്ടിലാണ് കിട്ടുന്നത്. അത് തന്നെ മറാഠി സോഴ്സസിലാണ്, സംസ്കൃത സോഴ്സസിലല്ല മറാഠി സോഴ്സസിലാണ് നമുക്ക് കിട്ടുന്നത്. പിന്നെ വളരെ ക്യൂരിയസ് ആയിട്ടുള്ള റെഫറൻസ് നമുക്ക് കിട്ടുന്ന സ്ഥലം അക്ബർനാമയാണ്. അക്ബർനാമയ്ക്കകത്ത് നമുക്ക് മാഘ് മേള, കുംഭമേള എന്നല്ല മാഘ് മേള എന്ന് പറയുന്ന, മാഘ് മാസത്തിൽ നടക്കുന്ന മാഘ് മേള എന്ന് പറയുന്ന ഒരുപാട് ആൾക്കാർ, പർട്ടിക്കുലർലി നമുക്കറിയാമായിരിക്കും അക്ബറിൻ്റെ സമയത്ത് നാദിയോഗീസ് ഭയങ്കര സിഗ്നിഫിക്കൻ്റ് ആണ്. അക്ബറിനോട് സംസാരിച്ചതിൻ്റെ റെഫറൻസസ് നമുക്ക് സെവറൽ കിട്ടുന്നുണ്ട്. അപ്പം ആ ഒരു സമയത്ത് കൂടുതലൊരു ഷൈവൈറ്റ് ആയിട്ടുള്ള പാരമ്പര്യത്തെക്കുറിച്ച് കൂടുതൽ സോഴ്സസ് നമുക്ക് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അക്ബർനാമയിൽ ഈ ഷൈവൈറ്റ് സന്യാസിമാർ ഒരുമിച്ച് വരുന്നതും എന്നാൽ വൈഷ്ണവൈറ്റ് സന്യാസിമാരുടെ റെഫറൻസും ഉണ്ട്. അവർ ഒരു തീർത്ഥാടനത്തിൽ ഏർപ്പെടുന്നതായിട്ടും ഈ നദിയിൽ മുങ്ങിപ്പൊങ്ങുന്നതിൻ്റെ റെഫറൻസ് ഈ അക്ബർനാമയ്ക്കകത്ത് നമുക്ക് കിട്ടുന്നുണ്ട്. പക്ഷെ അവിടെ കുംഭമേളയല്ല മാഘ് മേളയാണ്. പിന്നെ ഒരു റെഫറൻസ് ഈ നദികളും തീർത്ഥാടനവും ഈ നദിയിൽ മുങ്ങിപ്പൊങ്ങുന്നത് കൊണ്ട് പുണ്യമാർജിച്ചെടുക്കുന്ന ആ ഒരു പ്രക്രിയയെക്കുറിച്ച് പറയുന്നത് നാരദ പുരാണമല്ല നാരദീയ പുരാണത്തിലും ഭവിഷ്യ പുരാണത്തിലുമാണ്. ഒന്നാമത് ഇതിൻ്റെ ക്രൊണോളജി കുറച്ച് കൺഫ്യൂസിങ് ആയിട്ടുള്ള പുരാണങ്ങളാണ്. ഇതിൻ്റെ ഏറ്റവും ഏർലിയസ്റ്റ് പാർട്ട്, അതായത് നാരദീയ പുരാണയുടെ ഏറ്റവും പഴക്കം ചെന്ന ഭാഗങ്ങളെന്ന് പറയപ്പെടുന്നത് 9-ാം നൂറ്റാണ്ട് കഴിഞ്ഞിട്ടാണ് എഴുതപ്പെടുന്നത്. അതിൻ്റെ പല ഭാഗങ്ങളും 15-ാം 16-ാം നൂറ്റാണ്ടിലാണ് എഴുതപ്പെടുന്നതെന്ന് നമുക്ക് കാണാൻ പറ്റും. ആസ് എ ഹിസ്റ്റോറിയൻ എനിക്ക് ഏറ്റവും രസകരമായിട്ടുള്ള കുംഭമേളയെക്കുറിച്ചുള്ള റെഫറൻസ് ആക്ച്വലി കിട്ടുന്നത് കൊളോണിയൽ സോഴ്സസിൽ നിന്നാണ്. R.R. വില്യത്തിൻ്റെ 1904-1905 ഒരു റിപ്പോർട്ടിലാണ് നമുക്ക് പ്രയാഗിൽ ഉള്ളൊരു മേളയെക്കുറിച്ചിട്ടുള്ള റെഫറൻസ് കിട്ടുന്നത്. പിന്നെ 1907 ഇതുപോലെ നമുക്ക് ബ്രിട്ടീഷ് ഗസറ്റിയർ റെഫറൻസസ് കിട്ടുന്നുണ്ട്. നോർത്ത് വെസ്റ്റേൺ ഗസറ്റിയറിനകത്ത്
ഇതുപോലെ പറയുന്നുണ്ട് വലിയ രീതിയിലുള്ള ആൾക്കാർ വന്നു ചേരുന്നതിനായിട്ട്. 1931 EAH ബ്ലണ്ട് എന്ന് പറഞ്ഞ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരുടെ റിപ്പോർട്ടിൽ പറയുന്നത് ഈ അവിടെ നമുക്ക് മേള എന്നുള്ള റെഫറൻസ് കിട്ടുന്നുണ്ട്. കുംഭമേളയ്ക്ക് അനവധി ആൾക്കാർ വന്ന് ചേരുന്നതായിട്ടും നേരത്തതിലും വലിയ തോതിലാണ് സംഘടിക്കപ്പെടുന്നതെന്നും നേരത്തതിലും ഒരുപാട് തൗസൻഡ്സ് ഓഫ് പീപ്പിൾ, ആയിരക്കണക്കിന് മനുഷ്യർ വരുന്നതായിട്ടുള്ള റെഫറൻസ് കിട്ടുന്നു. എനിക്കതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഭാഗം എന്ന് പറയുന്നത്, ഇത് ഒരു ബ്രിട്ടീഷ് ആളാണ് എഴുതുന്നത്, അപ്പോൾ ആ ബ്രിട്ടീഷ് ബയസ് വർക്ക് ചെയ്യുന്നുണ്ടെന്ന് നിങ്ങൾ ആലോചിക്കണം. പക്ഷേ അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്, ഈ കുംഭമേളയ്ക്ക് ആൾക്കാർ എത്തിച്ചേരുന്നതിൻ്റെ റീസണായിട്ട് ബ്ലണ്ട് പറയുന്നത് ബ്രിട്ടീഷ് സാമ്രാജ്യം ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റിൽ കൊണ്ടുവന്ന വലിയ സമാധാനം കാരണമാണ്. ഒന്ന്. രണ്ട്, ഈ പ്രദേശത്ത്, അതായത് ഈ നമ്മൾ മധ്യപ്രദേശ് ഉത്തർപ്രദേശിൽ ഭയങ്കരമായിട്ട് കൊള്ളക്കാരുണ്ടായിരുന്ന, ബഗ്ലറി തഗ്ഗറിയൊക്കെ ഉണ്ടായിരുന്ന, അതായത് അഗെയിൻ ബ്രിട്ടീഷ് ലോജിക്കിലാണ് സംസാരിക്കുന്നത്, ഉള്ള സ്ഥലമാണ്. അപ്പോൾ ആ സ്ഥലങ്ങളിൽ ഈ കൊള്ള നിർത്തിയത് ബ്രിട്ടീഷുകാരാണ്. അതുകൊണ്ടാണ് ആൾക്കാർക്ക് സമാധാനപരമായിട്ട് ഇപ്പോൾ കുംഭമേളയ്ക്ക് വരാൻ പറ്റുന്നത്. അപ്പോൾ ബ്രിട്ടീഷുകാരുണ്ടാക്കിയ സമാധാനം കാരണമാണ് ആയിരങ്ങൾ കുംഭമേളയ്ക്ക് വരുന്നതെന്നുള്ള രീതിക്കാണ് ബ്ലണ്ട് ഇതിന് പ്രസൻറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ മറ്റൊരു റിപ്പോർട്ടിലും പറയുന്നുണ്ട്, ഇന്ത്യൻ റെയിൽവേസ് കാരണമാണ് തീർത്ഥാടനങ്ങൾ ഈസി ആയതെന്നും ആ തീർത്ഥാടനങ്ങൾ ഈസി ആയതിൻ്റെ ഒരു ഡിസ്ക്രിപ്ഷനകത്ത് കുംഭമേളയ്ക്ക് നൂറുകണക്കിന് മനുഷ്യർ റെയിൽവേസ് ഉപയോഗിച്ച് വന്ന് അങ്ങനെ വലിയ മേളയാകുന്നതും ആ മേളയിൽ നിന്ന് ബ്രിട്ടീഷുകാർക്ക് ആദായം കിട്ടുന്നതും ടാക്സസ് കിട്ടുന്നതിൻ്റെയും റെഫറൻസ് ഉണ്ട്. ഇത് നമുക്ക് കാണാൻ പറ്റുന്നത് പെർട്ടിക്കുലർലി ഒരു 1858 സമയത്ത്, അതായത് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്ന് ബ്രിട്ടീഷ് ക്രൗൺ ഇന്ത്യയുടെ ഭരണം ഏറ്റെടുത്ത് കഴിയുമ്പോൾ ഇവർക്ക് ഈ വലിയ റിവോൾട്ട് നടന്നതാണ് 1857. അപ്പോൾ ആ റിവോൾട്ടിൻ്റെ ഓർമ്മകൾ ഇവർക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വലിയ ജനക്കൂട്ടങ്ങൾ ഇവർക്ക് കുറച്ച് പേടിയുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഈ ജനക്കൂട്ടങ്ങൾ കൺട്രോൾ ചെയ്യേണ്ട ആവശ്യമുണ്ട്, അവിടെ പോലീസ് ഫോഴ്സിനെ നിയോഗിക്കേണ്ട ആവശ്യമുണ്ട്, അതിൻ്റെ പുറത്ത് ടാക്സ് വെക്കേണ്ട ആവശ്യമുണ്ട്, അവിടെ കടകൾ വരുമ്പോഴത്തേക്ക് അവരിൽ നിന്ന് കസ്റ്റമറി ടാക്സ് മേടിക്കേണ്ട ആവശ്യമുണ്ട് എന്നൊക്കെ ഒരു ബോധം ബ്രിട്ടീഷ് എംപയറിന് വരികയും, പിന്നെ ബ്രിട്ടീഷ് എംപയർ ഇതിനുള്ള സൗകര്യങ്ങൾ, കാരണം വലിയൊരു തോതിൽ ആൾക്കാർ വരുന്നത് ഞങ്ങളുടെ നിയന്ത്രണത്തിൽ വേണം എന്ന് ഒരു പക്ഷം ബ്രിട്ടീഷ് ഓഫീസേഴ്സ് വാദിക്കുകയും അങ്ങനെ ഒരു റെഗുലേഷൻസ് ഈ മേള കുംഭമേളയെ മാത്രമല്ല എല്ലാ വലിയ കൂട്ടങ്ങളെ നിയന്ത്രിക്കാനുള്ള ഇൻസ്ട്രക്ഷൻസിനകത്ത് നമുക്ക് റെഫറൻസസ് ടു കുംഭമേള നമുക്ക് കാണാൻ പറ്റും. അവിടെ ഉള്ളൊരു റെഫറൻസ് പ്രയാഗ് വാലാസ് എന്ന് പറഞ്ഞ ഒരു സെറ്റ് ഓഫ് ബ്രാഹ്മിൻസ്, തീർത്ഥാടനങ്ങൾ എങ്ങോട്ടായിരിക്കണം, എത്ര ദിവസത്തേക്കായിരിക്കണം, ഇതിൻ്റെ കൂടെ ഇതിൻ്റെ ഒരു കച്ചവട ഭാഗവും കൂടെ ഉണ്ടല്ലോ, അനേകം കടകൾ, ആൾക്കാർ വന്നു ചേരുന്നത്, ഇതെല്ലാം തന്നെ നിയന്ത്രിച്ചുകൊണ്ടിരുന്നത് ഒരു കൂട്ടം ബ്രാഹ്മണരാണ്. പ്രയാഗ് വാലാസ് എന്ന് പറഞ്ഞ ബ്രാഹ്മണരാണെന്നും ഇതിൽ നിന്ന് കിട്ടുന്ന ആദായം ഈ പ്രയാഗ് വാലാസും ബ്രിട്ടീഷ് രാജും ഈക്വലി പങ്കിട്ടെടുക്കുന്നതിൻ്റെ റെഫറൻസസും നമുക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ ഈ കുംഭമേളയ്ക്ക് ഒരുപാട് ഇൻട്രസ്റ്റിംഗ് കാര്യങ്ങളുണ്ട്. അതിൽ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് കാര്യം എന്ന് പറയുന്നത്, നമ്മളൊരു 18ാം നൂറ്റാണ്ടൊക്കെ വരെ നോക്കുകയാണെങ്കിൽ ഹരിദ്വാറിൽ നടക്കുന്ന മേളയാണ്. ഈ 4 സ്ഥലത്താണല്ലോ അമൃത് വീഴുന്നത്. അതിൽ ഹരിദ്വാറിൽ നടക്കുന്ന മുഗൾ രാജാക്കന്മാരും അവിടെയുള്ള പ്രാദേശിക രാജാക്കന്മാരും ഒക്കെ ഗ്രാൻഡ് കൊടുക്കുന്നതിൻ്റെയും ഫെസിലിറ്റീസ് ഉണ്ടാക്കുന്നതിൻ്റെയൊക്കെ റെഫറൻസ് കിട്ടുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു തോത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഹരിദ്വാറിലുള്ള മേളയായിരുന്നു നമ്മൾ ഈ അലഹബാദ് അല്ലെങ്കിൽ പ്രയാഗിൽ ഉള്ള മേളയെക്കാളും ഒരു സിഗ്നിഫിക്കൻ്റ്ലി വലുതെന്നും, അതേ സമയത്ത് തന്നെ ഈ ഉജ്ജയിനിലും നാസിക്കിലും ഈ അമൃത് വീടെന്ന് പറയുന്ന ബാക്കി 2 സ്ഥലങ്ങളിലും സിംഹസ്ഥ എന്ന് പറയുന്ന മേളകൾ നടത്താറുണ്ടായിരുന്നു. അതിപ്പോഴും നടത്തുമ്പോഴും അതിനെ കുംഭമേള എന്ന് വളരെ ഒരു 3-4 വർഷങ്ങളായിട്ട് മാത്രമേ എന്നെ കുംഭമേള എന്ന് വിളിച്ചു തുടങ്ങിയിട്ടുള്ളൂ, അല്ലെങ്കിൽ സിംഹസ്ഥ തന്നെയാണ് വിളിക്കുന്നത്. 2 കാര്യങ്ങൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. കാരണം പലപ്പോഴും ഈ ഒരു മോഡേണിറ്റിയിൽ നടക്കുന്ന മിത്ത് മേക്കിംഗ് പ്രോസസ്സ് ഉണ്ട്. അതായത് നമ്മൾ വിചാരിക്കുന്നത് പുരാണങ്ങൾ അല്ലെങ്കിൽ ഏതോ പുരാതന കാലത്ത് മാത്രമാണ് ഐതിഹ്യങ്ങൾ ഉണ്ടായി വരുന്നതെന്നും പുതിയ ആചാരങ്ങൾ ഉണ്ടായി വരുന്നതെന്നും അല്ലെങ്കിൽ പുതിയ ആരാധനക്രമങ്ങൾ ഉണ്ടായി വരുന്നതും എന്നും. പക്ഷെ നമ്മൾ ഹിന്ദുയിസത്തിൻ്റെ മാത്രമല്ല ഏത് മതത്തിൻ്റെ ഒരു റിലീജിയസ് ചരിത്രം നമ്മൾ എടുത്തു നോക്കിയാലും ആചാരങ്ങൾ എപ്പോഴും പുതുക്കപ്പെടുന്നതും പുതിയ ആചാരങ്ങൾ വരുന്നതും പഴയ ആചാരങ്ങൾ മാറ്റപ്പെടുന്നതായിട്ടൊക്കെ ഉള്ള റെഫറൻസ് നമുക്ക് കിട്ടും. ആസ് എ ഹിസ്റ്റോറിയൻ നമുക്കതിൽ ഇൻട്രസ്റ്റിംഗ് ഏത് മെക്കാനിസത്തിലാണ് ഇത് നടക്കുന്നത്.
അല്ലെങ്കിൽ എന്തൊക്കെ പ്രയോഗിച്ചിട്ടാണ് ഇത് ഈ ആചാരങ്ങൾക്ക് വേണമെങ്കിൽ നമുക്കൊരു സാങ്കേതിക വിദ്യ അല്ലെങ്കിൽ റിച്വൽ ടെക്നോളജി എന്ന് നമുക്ക് വേണമെങ്കിൽ പറയും. കാരണം എല്ലാം എടുത്ത് പ്രയോഗിച്ച ആചാരമൊന്നും ആകില്ല. ആൾക്കാർക്ക് കൺവിൻസ് ചെയ്ത രീതിയിൽ അതിൻ്റെ പുറകിലൊരു ഐതിഹ്യം കൊടുത്ത് അതിൽ ആൾക്കാർക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതി ഉണ്ടായിരിക്കണം. അതുപോലെ ബ്രാഹ്മണരുടെ മേധാവിത്വം ചോദ്യം ചെയ്യാത്ത രീതിയിലുള്ള കാര്യമായിരിക്കണം. അതിലൊരു കാർമ്മികത്വം വഹിക്കുന്ന അങ്ങനെ ഇതിനൊരു പെർട്ടിക്കുലർ മോഡസ് ഓപ്പറാൻഡി ഉണ്ട്. എല്ലാം ഒരുപോലെ ആകണമെന്നില്ല. മിക്ക ആചാരങ്ങളുടെ ഒരു ഫോർമാറ്റ് പറഞ്ഞതേ ഉള്ളൂ. അപ്പം ഇതെങ്ങനെയാണ്, എന്താണ് ഈ ടെക്നോളജീസ് ഓഫ് റിച്വാലിറ്റി എന്നുള്ളതാണ് ഒരു ഹിസ്റ്റോറിയന് സിഗ്നിഫിക്കൻറ്റ്. അപ്പം നമ്മൾ നോക്കുമ്പോൾ 1900s തുടങ്ങി ഈ കുംഭ എന്ന് പറയുന്ന റെഫറൻസ് എവിടെ വന്നാലും, കുംഭം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? കലം, കലശം, അല്ലെങ്കിൽ എന്തെങ്കിലും വെക്കുന്ന ഒരു പാത്രം, അമൃത് വെച്ചിരുന്ന പാത്രവും നമുക്ക് വേണമെങ്കിൽ വിളിക്കാൻ പറ്റും. അപ്പോൾ പിന്നെ ഒരു അർത്ഥം കുംഭത്തിന് വരുന്നത് കുംഭമാസം എന്നുള്ള സോഡിയാക്ക് എന്നുള്ള രീതി. പിന്നെ ഈ കുംഭമേളയായിട്ട് അസോസിയേറ്റഡ് ആകുന്ന ഈ 12 വർഷത്തിൻ്റെ സൈക്കിൾ, എല്ലാ 12 വർഷവും നടക്കുന്നുള്ളൂ. അപ്പോൾ ആ 12 വർഷത്തിൻ്റെ സൈക്കിൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന ജുപ്പിറ്ററിനെ അല്ലെങ്കിൽ വ്യാഴത്തിൻ്റെ റൊട്ടേഷൻ വെച്ചിട്ടാണ് ഈ 12 വർഷം. ഇപ്പം വ്യാഴം അക്വേറിയസിൽ നിൽക്കുമ്പം, കുംഭരാശിയിൽ നിൽക്കുമ്പോൾ ആണ് ഈ കുംഭമേള എന്നുള്ള ആ സമയത്താണ് ഏറ്റവും കൂടുതൽ പുണ്യം കിട്ടുന്നത്, ഈ നദിയിൽ പൊങ്ങുമ്പോൾ പുണ്യം കിട്ടുന്നത് എന്നുള്ള ഐഡിയ. ഈ നദിയിൽ പൊങ്ങുമ്പോൾ ഏറ്റവും കൂടുതൽ പുണ്യം കിട്ടുന്നത് ഈ ജുപ്പിറ്ററിൻ്റെ സൈക്കിൾ അനുസരിച്ചാണെന്നാണ് ഈ ഭവിഷ്യപുരാണത്തിലും നാരദീയ പുരാണത്തിലും പറയുന്നത്. പക്ഷേ എഗെയിൻ അത് ഇൻഡിവിജ്വലായിട്ട് ചെയ്യേണ്ട കാര്യമായിട്ടോ അല്ലെങ്കിൽ കളക്റ്റീവായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ഇങ്ങനെ ഒരു റെഫറൻസോ മേളയുടെ റെഫറൻസോ നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നില്ല. അപ്പോൾ ഈ 3 കാര്യങ്ങളാണ് കുംഭമേളയുടെ ഒരു മിത്ത് മേക്കിങ്ങിൽ നമുക്ക് കാണുന്നത്. അതായത് ഒന്ന് കുംഭം എന്നുള്ള വാക്ക്, അതായത് വേറെ എവിടെ കുംഭം എന്നുള്ള വാക്ക് കണ്ടാലും അത് കുംഭമേളയായിട്ട് അസോസിയേറ്റ് ചെയ്യും. അതായത് നമ്മളിപ്പം ഗണപതി ഹോമത്തിന് നമ്മൾ എവിടെ ഗണപതി എന്നുള്ള വാക്ക് കണ്ടാലും അവിടെ ഗണപതി ഹോമം വേണമെന്നില്ലല്ലോ. അത് ഗണപതിയെക്കുറിച്ചിട്ടുള്ള പല പല റെഫറൻസ് ആയിരിക്കാം. അല്ലെങ്കിൽ ഗണപതി എന്നുള്ളത് ഗണനാഥൻ, അതായത് ഒരു വലിയ ആർമിയുടെ സൈന്യത്തിൻ്റെ നാഥൻ എന്നുള്ള രീതിയിലാണ് ഗണപതി പലപ്പോഴും ഏറ്റവും പൗരാണികമായിട്ടുള്ള ഗ്രന്ഥങ്ങളിൽ യൂസ് ചെയ്തിരിക്കുന്നത്. അത് നമ്മളിപ്പോൾ കാണുന്ന ഗണേശൻ എന്നുള്ള സങ്കല്പവുമായിട്ട് പിന്നീടാണ് ലയിച്ച് ചേരുന്നത്. ഇതുപോലെ തന്നെ കുംഭം എന്നുള്ള വാക്ക് കോണ്ടെക്സ്റ്റിലും ഔട്ട് ഓഫ് കോണ്ടെക്സ്റ്റിലും എല്ലാം അത് മാത്രമേ കുംഭമുള്ള വാക്ക് ഏത് ശ്ലോകത്തിൽ ഉണ്ടോ ആ ശ്ലോകം കുംഭമേളയെക്കുറിച്ചാണ് പറയുന്നത് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമങ്ങൾ നമുക്കുണ്ട്. അങ്ങനെ കുംഭമേളയ്ക്ക് ഒരു പൗരാണികത കൊടുക്കാനുള്ള അറ്റംപ്റ്റ്സ് നമുക്ക് കാണാൻ പറ്റും. പല ലഘുലേഖയിലും ഈ റിലീജിയസ് പ്രഭാഷണങ്ങളിലും ഒക്കെ നമുക്കിതിങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് കേൾക്കാൻ പറ്റും. പലപ്പോഴും വളരെ ഔട്ട് ഓഫ് കോണ്ടെക്സ്റ്റ് ആയിട്ടാണ് അതിന് ഈ അമൃതത്തിൻ്റെ കുംഭത്തിനെ കുറിച്ചിട്ടുള്ള റെഫറൻസോ അല്ലെങ്കിൽ കുംഭമേളയെക്കുറിച്ചിട്ടുള്ള റെഫറൻസോ 12 വർഷം നടക്കുന്ന ഒരു ആചാരമായിട്ടോ ഒരു റെഫറൻസ് ഇല്ലാത്ത സ്ഥലങ്ങളിൽ ഒരു കുംഭം, ഒരു കലശം അല്ലെങ്കിൽ ഒരു പാത്രം എന്നുള്ള രീതിയിൽ യൂസ് ചെയ്യപ്പെടുമ്പോൾ പോലും അത് ഈ കുംഭമേളയെക്കുറിച്ചുള്ള റെഫറൻസ് ആണ് എന്നുള്ള രീതിയിലുള്ള ശ്രമങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അതിനൊരു എക്സലൻ്റ് എക്സാമ്പിളാണ് പലതിലും ഒരു പറയുന്ന അഥർവവേദത്തിൽ എന്ന് പറയപ്പെടുന്ന ഒരു വരി ഇങ്ങനെയാണ്: ചതുർകുംഭാശ്ച ചതുർത്ഥാ ദദാതി. ഇതിൻ്റെ അർത്ഥം എന്താണ്? 4 കുംഭങ്ങൾ, ചതുരഹ ആ കാര്യം ഉണ്ടെങ്കിൽ ബുദ്ധിയുള്ളവരുടെ കുംഭങ്ങൾ എന്ന് പറയാം, അല്ലെങ്കിൽ മേ ബി 4 കുംഭങ്ങൾ നിറയെ 4ആയിട്ട് പകുത്ത് ഞാൻ കൊടുക്കുന്നു. അത് ചിലപ്പം ഒരു ദേവന് ഞാൻ എന്തെങ്കിലും സമർപ്പിക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ ഒരാൾ മറ്റൊരാൾക്ക് കൊടുക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ ഈ യാഗം നടക്കുമ്പോൾ നമ്മൾ 4 കുംഭം നിറച്ച് ഗീയോ 4 പാത്രങ്ങൾ നിറച്ച് ബട്ടറും ഒക്കെ അഗ്നിക്ക് സമർപ്പിക്കുന്നതാകാം. അപ്പോൾ അവിടെയെല്ലാം അതിൻ്റെ അർത്ഥം എന്താ? ഈ പോട്ട്സിനകത്ത് എന്തോ കാര്യങ്ങൾ നമ്മൾ ഇന്ന ആൾക്ക് കൊടുക്കുന്നു അല്ലെങ്കിൽ ഇന്ന ദേവതയ്ക്ക് കൊടുക്കുന്നു എന്നുള്ള സങ്കല്പമാണ്. അവിടെ കുംഭമാസത്തിനെ കുറിച്ചോ അല്ലെങ്കിൽ മേളയെക്കുറിച്ചോ അതിൻ്റെ ഒരു ഏറ്റവും എസെൻഷ്യലായിട്ടുള്ള ഈ ഗംഗാ സ്നാനത്തിനെ കുറിച്ചോ ഉള്ള റെഫറൻസസ് നമ്മളവിടെ കാണുന്നില്ല. പിന്നെ ഇവരിതുപോലെ പറയുന്ന മറ്റൊരു ശ്ലോകമാണ്, അതൊരു ശ്ലോകം പോലും അല്ല, ഒരു ശ്ലോകത്തിൻ്റെ ഒരു ശകലമാണ്, റിപ്പീറ്റഡായിട്ട് ഇവർ പറയുന്നതാണ്: പൂർണ്ണ കുംഭോ അധികാല ആഹിതസ്ഥം എന്ന് പറഞ്ഞ ശ്ലോകം. അതിലൊരു കുംഭം എന്ന് പറഞ്ഞൊരു വാക്കുള്ളതുകൊണ്ട് ഇതിൻ്റെ അർത്ഥം എന്താണ്? പൂർണ്ണ കുംഭം കുറച്ചധികം നേരം ഒരു സ്ഥലത്ത് പ്ലേസ് ചെയ്യണം, ഒരു സ്ഥലത്ത് വെക്കണം എന്നാണ്. അപ്പം ഇതും കുംഭമേളയും തമ്മിൽ എന്താണ് ബന്ധം? പക്ഷേ ബന്ധമുണ്ട് എന്നുള്ള രീതിക്ക് വ്യാഖ്യാനിക്കപ്പെടുന്നത്. ഇത് ഞാൻ 2 എക്സാമ്പിളാണ് പറയുന്നത്. ഈ പല സ്ഥലത്തും ഈ കുംഭ എന്നുള്ള വാക്ക്
ഒന്നിൽ ഈ സോഡിയാക് സൈനിനെ കുറിച്ച് ആക്ച്വലി റെഫറൻസ് വളരെ ലേറ്റ് ആയിട്ടാണ് വരുന്നത്. കാരണം ഹോരശാസ്ത്രങ്ങൾ ഡെവലപ്പ് ചെയ്യുന്നത് തന്നെ 5-ാം നൂറ്റാണ്ട് 6-ാം നൂറ്റാണ്ട് സമയങ്ങളാണ്. വേദിക് സമയത്തൊന്നും ഹോരശാസ്ത്രങ്ങൾ ഡെവലപ്പായതോ സോഡിയാക്കിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വിവരങ്ങളോ നമ്മൾ കാണുന്നില്ല. ജൂപ്പിറ്ററിനെ കുറിച്ചിട്ടുള്ള വ്യാഴത്തിനെ കുറിച്ചിട്ടുള്ള റെഫറൻസ് വളരെ വളരെ കുറവാണ് നമുക്ക് കിട്ടുന്നത്. പിന്നീടുള്ള 5-ാം നൂറ്റാണ്ട് 6-ാം നൂറ്റാണ്ട് കഴിഞ്ഞ് നമുക്ക് കിട്ടുന്നുണ്ട്. വേദങ്ങൾ എഴുതപ്പെടുന്ന എന്താണ്, നിങ്ങളിപ്പോൾ ഒരു ഹിസ്റ്റോറിയനോട് ചോദിക്കുകയാണെങ്കിൽ 1000-1500 BC പറയും. ഇങ്ങനെ ഭയങ്കര റിലീജിയസ് ആൾക്കാരോട് ചോദിച്ചാൽ 5000 വർഷം പറയും. രണ്ട് നോക്കുവാണെങ്കിലും നമുക്ക് ഈ സോഡിയാക്കിൻ്റെ റെഫറൻസസ് ഈ ഒരു സമയത്ത് കിട്ടില്ല. അത് ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റിലേക്ക് എത്തിയിട്ടില്ല. അല്ലെങ്കിൽ ഇവിടെ ആൾക്കാർ അതിൻ്റെ ഒബ്സർവേഷൻ്റെ ആ ഒരു പാതയിലേക്ക് തിരിഞ്ഞിട്ടില്ല. അത് കഴിഞ്ഞിട്ട് തിരിയുന്നുണ്ട്. പക്ഷേ ഇവർ പറയുന്ന ക്രോണോളജിക്കൽ സമയത്ത് ഇല്ല. അപ്പോൾ കുംഭമേളയെക്കുറിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 15-ാം നൂറ്റാണ്ട് തുടങ്ങി ഉണ്ടാകുന്ന, അത് ഹരിദ്വാറിൽ ഏറ്റവും വലുതായിട്ടും ഉജ്ജയിനിലും നാസിക്കിലും അതിൻ്റെ കൂടെയും പ്രയാഗിലും ആഘോഷിച്ചു കൊണ്ടിരുന്ന ഒരു വലിയ മേളയായിട്ട് ആഘോഷിച്ചു കൊണ്ടിരുന്നത്. എനിക്ക് ഇതിൽ ഇൻട്രസ്റ്റിംഗ് എന്ന് പറയുന്നത്, എനിക്കിപ്പോൾ കുംഭമേള വലിയ തോതിൽ ആഘോഷിക്കുന്നയോ പല സ്ഥലങ്ങളിൽ ആഘോഷിക്കുന്നതിനോടൊന്നും യാതൊരു വിധത്തിലും പിണക്കവും ഇല്ലാത്ത ആളാണ്. പക്ഷേ ഈ ആചാരം എന്ന് പറയുന്നത് അതേപോലെ തന്നെ അനുഷ്ഠിക്കണമെന്ന് പറയുന്ന ആൾക്കാർ ഈ പലയിടങ്ങളിൽ കുംഭമേള എങ്ങനെ ആഘോഷിക്കാൻ പറ്റും എന്നുള്ളൊരു ക്വസ്റ്റ്യൻ എനിക്കുണ്ട്. കാരണം നമ്മൾ പലപ്പോഴും ആചാര സംരക്ഷകർ പറയുന്ന കേൾക്കുന്നത് അത് പണ്ടേ ഇങ്ങനെയാണ്, അതുപോലെ തന്നെ അണുവിട വ്യത്യാസമില്ലാതെ കണ്ടിന്യൂ ചെയ്യണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ 4 സ്ഥലങ്ങളിൽ ആണ് ഇനി നമുക്കൊരു കുംഭമേള എന്ന് പറയുന്ന ഒരു കാര്യമാണെങ്കിൽ ഒന്ന് നടന്നിരുന്നത്. 2, അതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നടന്നിരുന്നത് ഹരിദ്വാറിലാണെന്നാണ് കാണാൻ പറ്റുന്നത്. ഈ എല്ലാ നദികളുടെയും കരയിൽ കുംഭമേള ഇപ്പം നടത്തുന്നത് ആചാരപരമായിട്ട് അത് കറക്റ്റായിരിക്കുമോ? 1. 2, ഇനി അങ്ങനെ നടത്തുകയാണെങ്കിൽ അത് ഇൻഡയറക്റ്റ്ലി പറയുന്നില്ലേ, നമുക്ക് പുതിയ ആചാരങ്ങൾ ഉണ്ടാക്കാം, നമുക്ക് പല രീതിയിൽ ആൾക്കാരെ ഉൾക്കൊള്ളിക്കാനും പല ഈ ആചാരങ്ങൾ തന്നെ പല ഇടങ്ങളിലേക്ക് വികസിക്കാനും ഒക്കെ പോസിബിലിറ്റി ഉണ്ടെന്നാണ് ചരിത്രം കാണിക്കുന്നത്. ആചാരം ഒന്നായിട്ട് തന്നെ നിലനിൽക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ എല്ലാ അമ്പലങ്ങളിലും നമ്മൾ പൊങ്കാല കാണുന്നില്ല, നേരത്തെ പൊങ്കാല ഇല്ലാത്ത അമ്പലങ്ങളിലും ഇത് നമ്മൾ പഴക്കേണ്ട ആവശ്യമില്ല. ഇഷ്ടമുള്ള പുതിയ ആചാരങ്ങളൊക്കെ നമുക്കതുപോലെ അമ്പലങ്ങളിലൊക്കെ വരുത്തും. എല്ലാ അമ്പലങ്ങളിലും പണ്ട് അർച്ചന ഇല്ലാതിരുന്ന സ്ഥലങ്ങളിലൊക്കെ നമുക്ക് അർച്ചന കാണാൻ പറ്റും. അതെല്ലാം നമ്മൾ സൂചിപ്പിക്കുന്ന ആചാരം എന്ന് പറയുന്നത് സ്റ്റാറ്റിക്കായിട്ട് നിൽക്കുന്ന കാര്യമല്ല. പല പുതുമകൾ അതിൽ വരുത്താൻ പറ്റും, പുതിയ രീതിയിലുള്ള ആരാധനാക്രമങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. ഇതൊക്കെ പോസിബിലിറ്റീസാണ്. പക്ഷേ രണ്ടും കൂടെ, അതായത് നിങ്ങൾ ആചാരം അങ്ങനെ തന്നെ നിൽക്കണം. ഇപ്പോൾ ശബരിമല സ്ത്രീ പ്രവേശനം വരുമ്പോഴത്തേക്ക് ആചാരമാണ് ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാൻ പറ്റില്ലെന്നും മറ്റ് സംഭവ വികാസങ്ങൾ ഉണ്ടാകുമ്പോഴത്തേക്കില്ല, അതിൽ നമുക്ക് ആചാരം പുതുക്കാം, പുതിയ ഇടങ്ങളിലേക്ക് കൊണ്ടുവരാം, പുതിയ മനുഷ്യരെ അതിൽ ഇൻക്ലൂഡ് ചെയ്യാം എന്ന് പറയുന്ന ആ ഒരു വൈരുദ്ധ്യം എനിക്ക് ആസ് എ ഹിസ്റ്റോറിയൻ മനസ്സിലാകുന്നില്ല.